ആധുനികതയുടെ ഉദയം ഒരുപക്ഷെ കാഫ്കയുടെ നോവലുകളിലായിരിക്കാം സംഭവിച്ചത്. ഒന്നാം ലോകമഹായുദ്ധം 1914 പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോകമഹായുദ്ധം ആ തലമുറയെ വളരെയധികം ഭയപ്പെടുത്തുകയും വളരെയധികം ഭീതി പ്രദാനം ചെയ്യുകയും ചെയ്തു. കാഫ്ക അന്തർമുഖനായ, നിർവചിക്കാനൊക്കാത്ത വ്യഥയുമായി നടന്ന, ഒട്ടേറെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം കാണുവാൻ വേണ്ടി വിഫല ശ്രമം നടത്തുന്ന മനുഷ്യൻ്റെ അവസ്ഥ കാഫ്കയുടെ നോവലുകൾ കാണാം. കാഫ്ക 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റായിരുന്നു ഫ്രാൻസ് കാഫ്ക. ആധുനികതയുടെ ഉദയം ഒരുപക്ഷെ കാഫ്കയുടെ നോവലുകളിലായിരിക്കാം സംഭവിച്ചത്. ഒരേ സമയം തന്നെ ആധുനികതയുടെ പ്രചോദനവും അതിൻ്റെ പ്രഭവകേന്ദ്രവും ആയിരുന്നു കാഫ്കയുടെ നോവലുകളും കഥകളും. കാഫ്കയുടെ ജന്മനാടായ പ്രാഗ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് സന്ദർശിച്ചത് ഞാൻ ഓർത്തുപോവുകയാണ്. കാഫ്കയുടെ ശവകുടീരത്തിന് ഏറെ അകലെയല്ലാതെ വോൾട്ടാവ നദിക്ക് അഭിമുഖമായി ചാൾസ് സർവകലാശാലയ്ക്ക് അരികെ കുറേ ശിലാഫലകങ്ങൾ കണ്ടിരുന്നു. അതിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് കാഫ്ക ഈസ് എ ചെക്ക് എന്ന്. കാഫ്ക തങ്ങളുടെ നാട്ടുകാരനാണെന്നും കാഫ്കയുടെ പൈതൃകം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും വ്യക്തമാക്കുന്ന ഒരു രേഖകളായിരുന്നു അതൊക്കെ. എന്നാൽ കാഫ്ക ചെക്കുകാരുടെ മാത്രം സ്വത്തല്ല, ലോകത്തിൻ്റെ മുഴുവൻ ആയിരുന്നു എന്ന് കാണാൻ പ്രയാസമില്ല. കാഫ്കയുടെ നോവലുകളിലെ പേരറിയാത്ത ഇരുൾ വീണ വഴികളിലൂടെ അന്ന് അലഞ്ഞു നടന്നപ്പോൾ ചരിത്രവും മനുഷ്യാവസ്ഥയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുവാൻ ആകുമായിരുന്നില്ല. അത് കാഫ്കയുടെ പുനർവായനയിലേക്ക് എന്നെ എത്തിക്കുകയായിരുന്നു. കാഫ്ക ഒരേ സമയം തന്നെ തൻ്റെ കാലഘട്ടത്തെ അതിൻ്റെ എല്ലാ സങ്കീർണതയിലും സമഗ്രതയിലും ആവിഷ്കരിച്ചു. ഒപ്പം കാലദേശങ്ങൾക്കതീതനായിട്ട് മാറുകയും ചെയ്തു. ആധുനികത 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ കലാസാഹിത്യ രംഗങ്ങളിൽ സംഭവിച്ച ഒരു ഭൂമികുലുക്കം ആയിരുന്നു, ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയാം. അതിൻ്റെ തുടർചലനങ്ങൾ ഇല്ലാതാകുവാൻ 100 വർഷത്തിലേറെ വേണ്ടി വന്നു. അതുവരെ നിലനിന്നിരുന്ന കലാസാഹിത്യ അഭിരുചികളും കലാതന്ത്രങ്ങളും മാറ്റി എഴുതേണ്ടി വന്ന സന്ദർഭമായിരുന്നു അത്. ഈ ഭാവുകത്വ വ്യതിയാനത്തിന് വളരെയേറെ കാരണങ്ങളുണ്ട്. സാമ്പത്തികവും മനഃശാസ്ത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള ഒട്ടേറെ കാരണങ്ങൾ ഈ മാറ്റത്തിൻ്റെ പിന്നിലുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലായിരുന്നു ഫ്രോയിഡ് അബോധത്തെക്കുറിച്ചുള്ള തൻ്റെ സിദ്ധാന്തങ്ങളുമായി രംഗപ്രവേശനം ചെയ്തത്. ഫ്രോയിഡിയൻ സിദ്ധാന്തം മനുഷ്യബന്ധങ്ങളെ പുനർവിചിന്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. മനുഷ്യകാമനകളെയും മനുഷ്യൻ്റെ പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിക്കുന്നത്, നിർണയിക്കുന്നത് അബോധ മനസ്സാണ് എന്ന ഫ്രോയിഡിൻ്റെ കണ്ടെത്തൽ
20-ാം നൂറ്റാണ്ടിലെ കലയെയും സാഹിത്യത്തെയും ഒട്ടൊന്നുമല്ല സ്വാധീനിച്ചത്. അതുപോലെ ഒന്നാം ലോകമഹായുദ്ധം 1914 പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോകമഹായുദ്ധം ആ തലമുറയെ വളരെയധികം ഭയപ്പെടുത്തുകയും വളരെയധികം ഭീതി പ്രദാനം ചെയ്യുകയും ചെയ്തു. അത് നൽകിയ ആഘാതം, മാനസികമായ ആഘാതം, അതുണ്ടാക്കിയ സാംസ്കാരികമായ ആഘാതം ഒരുപക്ഷെ എല്ലാ തലങ്ങളെയും, കലയും സാഹിത്യത്തെയും ഉൾപ്പെടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും ബാധിച്ചിരുന്നു, സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആധുനിക തലമുറയ്ക്ക് പറഞ്ഞറിയിക്കാനൊക്കാത്ത ചില ഉത്കണ്ഠകളും ആശങ്കകളും ഭീതിയും വിഹുലതകളും ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യം, ആൾപ്പെരുപ്പം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, ഇതൊക്കെ മനുഷ്യർക്ക് വളരെയധികം ആന്തരികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി. ഈ ആധുനികതയുടെ ഈ അടിയൊഴുക്കുകൾ, ഈ അന്തസംഘർഷങ്ങൾ കാഫ്കയുടെ രചനകളെ സ്വാധീനിച്ചിരുന്നു എന്ന് കാണുവാൻ പ്രയാസമില്ല. കാഫ്ക അന്തർമുഖനായ, നിർവചിക്കാനൊക്കാത്ത വ്യഥയുമായി നടന്ന, ഒട്ടേറെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. നിർഭാഗ്യത്തിൻ്റെ ആൾരൂപമായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം TB പേഷ്യൻ്റ് ആയിരുന്നു കാഫ്ക. അദ്ദേഹത്തിൻ്റെ പ്രണയത്തിനുണ്ടായിട്ടുള്ള പരാജയങ്ങൾ, അച്ഛനുമായിട്ടുണ്ടായിരുന്ന സംഘർഷാത്മകമായ ബന്ധം, ഇതൊക്കെ കാഫ്കയുടെ കലാ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തുന്നതിന് ഇടയായിട്ടുണ്ട്. കാഫ്ക താൻ അനുഭവിച്ചിട്ടുള്ള സംഘർഷങ്ങളെയും തൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഭീകരമായിട്ടുള്ള അനുഭവങ്ങളെയും ഒക്കെ പ്രതീകങ്ങളിലൂടെയും രൂപകങ്ങളിലൂടെയും തൻ്റെ കഥകളിലൂടെ, നോവലുകളിലൂടെ ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സർറിയലിസം എന്ന ഒരു രചനാതന്ത്രമായിരുന്നു കാഫ്ക ഉപയോഗിച്ചത്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പ്രചാരം സിദ്ധിച്ച സർറിയലിസം അബോധ മനസ്സിൻ്റെ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമായിരുന്നു. സ്വപ്നദർശനം പോലെ അരാജക മനസ്സിൻ്റെ ചിന്തകളെ ആവിഷ്കരിക്കുകയാണ്. സ്വതന്ത്രമായ ഈ ആവിഷ്കാരത്തിൽ കഥാകൃത്തിൻ്റെ, നോവലിസ്റ്റിൻ്റെ ബോധപൂർവമായ ഇടപെടൽ ഒന്നും ഉണ്ടാവുന്നില്ല. വളരെ വിചിത്രമായ രീതിയിലുള്ള കൽപ്പനകളും അവതരണങ്ങളും ഭാഷാപ്രയോഗങ്ങളും ഒക്കെ സർറിയലിസത്തെ ദുർഗ്രഹവും എന്നാൽ അതുപോലെ സങ്കീർണവുമായ ഒരു രചനാരീതിയാക്കി മാറ്റി. കാഫ്ക 1883 ചെക്കോസ്ലോവാക്യയിലെ പ്രാഗിൽ ജനിച്ചു. അച്ഛൻ ഹെർമൻ കാഫ്ക, അമ്മ ജൂലി. അച്ഛൻ്റെ ഇൻഷുറൻസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ ഒരു ധനിക കുടുംബത്തിലെ അംഗമായിരുന്നു. 6 മക്കളിൽ ഏറ്റവും മൂത്തത് കാഫ്കയായിരുന്നു. 2 സഹോദരങ്ങൾ നന്നേ ചെറുപ്പത്തിലെ മരിച്ചു. 2 സഹോദരിമാർ കാഫ്കയ്ക്ക് ശേഷം 2-ാം ലോകമഹായുദ്ധത്തിൽ, അന്നത്തെ ഹോളോകോസ്റ്റിൽ കൊല്ലപ്പെട്ടിരുന്നു. കാഫ്ക പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചാൾസ് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രി പഠിച്ചു. പിന്നീട് നിയമം പഠിച്ചു. അതിനുശേഷം ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി കിട്ടി. പക്ഷെ അതിലൊന്നും കാഫ്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. തൻ്റെ സാഹിത്യ സബരിയുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല ഇൻഷുറൻസിലെ ജോലി. അന്ന് അദ്ദേഹം സുഹൃത്തിനെ പരിചയപ്പെട്ടു, മാക്സ് ബ്രോച്ച്. അദ്ദേഹമാണ് കാഫ്കയുടെ രചനകൾ
കാഫ്കയുടെ മരണശേഷം പ്രസിദ്ധീകരിച്ചത്. കാഫ്ക 1924 വിയന്നയിൽ വെച്ച് മരിക്കുന്നു. കാഫ്കയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ദാർശനിക വ്യഥയാണ്, അദ്ദേഹത്തിൻ്റെ അസ്തിത്വ ദുഃഖമാണ്, അദ്ദേഹത്തിൻ്റെ കഥയിലുള്ള അസംബന്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന അംശമാണ്. ജീവിതത്തിൻ്റെ അർത്ഥം കാണുവാൻ വേണ്ടി വിഫല ശ്രമം നടത്തുന്ന മനുഷ്യൻ്റെ അവസ്ഥ കാഫ്കയുടെ നോവലുകൾ കാണാം. മനുഷ്യന് സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉണ്ടെന്നും ആ ഇച്ഛാശക്തി യുക്തിക്കും മുകളിലാണെന്നും ആ ഇച്ഛാശക്തിയുടെ ഫലമായിട്ട് വിധിയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ധാരണ ഉണ്ട്. അർത്ഥമില്ലാത്ത ഈ ലോകത്ത്, അർത്ഥമില്ലാത്ത ഈ ജീവിതത്തിൽ അർത്ഥം തേടുമ്പോൾ ഉണ്ടാകുന്ന വ്യർത്ഥതാബോധം, അത് ഒരുതരം അസ്തിത്വ സന്ത്രാസം ആ തലമുറയിലെ എല്ലാവരെയും പോലെ കാഫ്കയെ ഗ്രസിച്ചിരുന്നു. കാഫ്കയുടെ പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥ, കാഫ്കയ്ക്കുണ്ടായിരുന്ന മനോരോഗം, സ്കിറ്റ്സോയിഡ് പേഴ്സണൽ ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതെ മറ്റുള്ളവരിൽ നിന്നും അകലം പാലിക്കുവാൻ ശ്രമിക്കുന്ന ഒരുതരം മനോരോഗമായിരുന്നു കാഫ്കയ്ക്ക്. കാഫ്കയുടെ ആ അസംബന്ധം അല്ലെങ്കിൽ അബ്സേർഡ് സിറ്റുവേഷൻ, കാഫ്കയുടെ കൃതികളിൽ നാം കാണുന്ന അസംബന്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സാഹചര്യങ്ങൾ അസ്തിത്വവാദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കെമ്യു തൻ്റെ മിത്ത് ഓഫ് സിസിഫസ് എന്ന കൃതിയിൽ അബ്സർഡിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, അസംബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം പ്രകാശമില്ലാത്ത ലോകത്ത് മനുഷ്യൻ ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നു, ദൈവമില്ലാത്ത ലോകത്ത് ഒറ്റപ്പെടുന്നതായിട്ട് തോന്നുന്നു. മടങ്ങിവരവില്ലാത്ത ഒരു ബഹിഷ്കൃതരായിട്ട് മനുഷ്യൻ മാറുന്നു. മനുഷ്യനും ജീവിതവും നടനും അരങ്ങും തമ്മിലുള്ള ചേർച്ചയില്ലായ്മ, അതാണ് അബ്സർഡിറ്റി, അതാണ് അസംബന്ധം. അതുവരെയുള്ള സാഹചര്യങ്ങൾ, അസംബന്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യങ്ങൾ കാഫ്കയുടെ മിക്ക കൃതികളിലും ഉണ്ട്. കാഫ്കയുടെ പ്രധാന കൃതികൾ ദ ട്രയൽ, വിചാരണ, ദ കാസിൽ, ദുർഗം, കോട്ട, അമേരിക്ക, പിന്നെ മെറ്റമോർഫോസിസ്, രൂപാന്തരപ്രാപ്തി, രൂപപരിണാമം. ഇതിൽ മെറ്റമോർഫോസിസ് ഒഴികെയുള്ള നോവലുകൾ കാഫ്കയുടെ ജീവിതകാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഒരുപക്ഷേ തൻ്റെ കൃതികളുടെ പ്രസിദ്ധീകരണം പോലും കാഫ്കയ്ക്ക് ഏറെ ഉത്കണ്ഠ സമ്മാനിച്ചിരുന്ന വിഷയങ്ങളായിരുന്നു. കാഫ്കയ്ക്ക് സാഹിത്യരചന ഒരു ആത്മബലി പോലെ ആയിരുന്നു. അങ്ങനെ സാഹിത്യരചന ആത്മബലിയാക്കിയിട്ടുള്ള നോവലിസ്റ്റുകൾ മലയാളത്തിലുണ്ടല്ലോ. കാക്കനാടനെയൊക്കെ കാഫ്കനാടൻ എന്നൊക്കെ വിളിക്കുമായിരുന്നു. അപ്പോൾ കാഫ്കയുടെ ഈ ഒരു മാനസികാവസ്ഥ, ആത്മനാശം, ആത്മനിന്ദ, അസ്തിത്വ ദുഃഖം, അസ്തിത്വ സന്ത്രാസം അന്ന് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള എല്ലാ എഴുത്തുകാരിലും ഉണ്ടായിരുന്നു എന്ന് പറയാം. തൻ്റെ മരണശേഷം തൻ്റെ കൃതികൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് കാഫ്ക പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാന കാരണം പല കൃതികളും പൂർണ്ണമായിരുന്നില്ല എന്ന് തന്നെയാണ്. ദ കാസിലും ദ ട്രയലും പൂർണ്ണമായിരുന്നില്ല, അപൂർണമായിട്ടുള്ള കൃതികളായിരുന്നു. ഇന്ന് മാക്സ് ബ്രോഡ് എന്ന അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്ത് അദ്ദേഹം പറഞ്ഞ വാക്ക് അനുസരിച്ചില്ല. അപ്പോൾ ആ അനുസരണക്കേടിൽ നിന്നാണ് ഇത്ര വലിയ ക്ലാസിക്കുകൾ ലോകത്തിന് കിട്ടിയത് എന്ന് പറയാവുന്നതാണ്. മാക്സ് ബ്രോഡ് സുഹൃത്തിൻ്റെ വാക്ക് പാലിച്ചിരുന്നുവെങ്കിൽ
ഈ കൃതികളൊന്നും പ്രസിദ്ധീകരിക്കപ്പെടുമായിരുന്നില്ല. അപൂർണമെങ്കിലും നിസ്തുലമായിട്ടുള്ള കൃതികളാണ് ദ ട്രയലും ദ കാസിലും ഒക്കെ. ദ ട്രയൽ 1925 പ്രസിദ്ധീകരിക്കുന്നത്. കാഫ്ക 1924 മരിച്ചിരുന്നല്ലോ. കാഫ്കയുടെ വ്യഥയും അദ്ദേഹത്തിന് ഒഴിയാബാധയായിട്ടുള്ള പല ആത്മസംഘർഷങ്ങളും അപകർഷതാബോധവും അനിർവചനീയമായിട്ടുള്ള ഭീതിയും ഉത്കണ്ഠയും ഒക്കെ വിചാരണയിലുമുണ്ട്. നിയമവിദ്യാർത്ഥിയായിരുന്നു കാഫ്ക, അഭിഭാഷകനുമായിരുന്നു. എന്നിട്ടും നിയമക്കുരുക്കിൻ്റെ കെണിയിലേക്ക് തൻ്റെ കഥാപാത്രങ്ങളെ നിഷ്കരണം അദ്ദേഹം തള്ളിവിടുകയാണ്. വിചാരണ വളരെ അബ്സഡ് എന്ന് പറയാവുന്ന അസംബന്ധമായിട്ടുള്ള ഒരു കഥയാണ്. ജോസഫ് കെ എന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു സുപ്രഭാതത്തിൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും 2 പേര് അദ്ദേഹത്തിനടുത്ത് വരുന്നു, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്താണ് കാരണമെന്ന് പറയുന്നില്ല, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നില്ല. അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് മുൻപായിട്ട് ജയിലിൽ അടയ്ക്കണമല്ലോ, അതൊന്നും ചെയ്യുന്നില്ല. ബാക്കി വിവരങ്ങളൊക്കെ പിന്നാലെ വരും എന്ന് പറഞ്ഞിട്ട് ഈ അറസ്റ്റ് ചെയ്തവർ പോകുന്നു. പിന്നീടൊരു അറിയിപ്പ് കിട്ടുന്നു, അദ്ദേഹം കോടതിയിൽ ചെല്ലണം എന്ന്. കോടതിയിൽ ചെന്നു. അതൊക്കെ വളരെ അവിശ്വസനീയമായ രീതിയിൽ, അസാധാരണമായ രീതിയിലുള്ള സാഹചര്യമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. മച്ചിലുള്ള ഒരു ഇരുണ്ട മുറിയിൽ ആണ് കോടതി. എവിടെ ചെല്ലണമെന്നൊന്നും ജോസഫ് കെയുടെ പറഞ്ഞിരുന്നില്ല. അവിടെ ഒരു അലക്കുകാരിയെ കണ്ടു. അവരാണ് കോടതിയെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞത്. കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കോടതി നടപടികളെക്കുറിച്ച്, തന്നെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് പ്രതിഷേധാർഹമായ ചില അന്വേഷണം നടത്തിയതിന് ജോസഫ് കെയുടെ അലംഭാവത്തെ, അനുസരണക്കേടിനെ അവർ ചോദ്യം ചെയ്തു. അയാൾ പോയി തിരിച്ച് ഒരു ഞായറാഴ്ച വീണ്ടും വന്നു. അപ്പോഴേ അലക്കുകാരിയാണ് കാണുന്നത്. എന്താ അസംബന്ധമാണെന്ന് ആലോചിക്കുക. മറ്റാരും അദ്ദേഹത്തെ കാണാനില്ല, ഒരു വിവരവും ആരും പറയാനില്ല. അലക്കുകാരി ജോസഫ് കെയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു. അവരുടെ ഭർത്താവ് അവിടുത്തെ ഒരു അറ്റൻഡൻ്റാണ്. അവരാണ് കോടതിയുടെ പരിസരമൊക്കെ ചുറ്റി നടന്ന് അദ്ദേഹത്തെ കാണിക്കുകയാണ്. താൻ എന്ത് കുറ്റം ചെയ്തു എന്ന് ജോസഫ് കെയ്ക്ക് ഇപ്പോഴും അറിയില്ല. ഒരു ദിവസം അയാൾ കാണുന്നു, ബാങ്കിലെ സ്റ്റോർ റൂമിൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന 2 ഏജൻസിനെ ആരോ മർദ്ദിക്കുന്നു. അവർ ജോസഫ് കെയോട് കൈക്കൂലി ചോദിച്ചു പോരും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ജോസഫ് കെയുടെ അമ്മാവൻ വരുന്നു. ജോസഫ് കെയ്ക്ക് നിയമസഹായം ലഭിക്കുന്നതിന് വേണ്ടി വൃദ്ധനായ രോഗിയായ ഒരു അഭിഭാഷകൻ്റെ അടുത്തേക്ക് കൊണ്ടിരുന്നു. അവിടെ ലെന എന്ന ഒരു സെക്രട്ടറി ജോസഫ് കെയിൽ അനുരാഗം പ്രകടിപ്പിക്കുന്നു. അവരുമായിട്ട് ലൈംഗിക വീഴ്ചയ്ക്ക് അയാൾ നിർബന്ധിതനാകുന്നു. കേസിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനുള്ള ശേഷിയോ കഴിവോ അറിവോ അഭിഭാഷകനില്ല. റൂഡി ബ്ലോക്ക് എന്ന ഒരു കക്ഷിയെ ഒരു ദിവസം അവിടെ വെച്ച് കണ്ടു. 5 വർഷമായിട്ട് അദ്ദേഹം ഈ വക്കീലിൻ്റെ അടുത്ത് കേസിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഉരാക്കുടുക്ക് പോലെ, നൂലാമാല പോലെ ആണ് കേസൊന്നും ഒരിടത്തും എത്തുന്നില്ല. ബാങ്കിലെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു, ഒരു പെയിൻറ്ററുണ്ട്, ടിറ്റോർണി എന്ന ഒരു പെയിൻറ്ററുണ്ട്, അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ചൊക്കെ നല്ല അറിവാണ്, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി, കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും, ഇതിനൊരു പരിഹാരമാകും എന്ന്. ഈ പെയിൻറ്റർ പറഞ്ഞു, കേസ് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോവാം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു വിധി സമ്പാദിക്കുക. അപ്പം അനിശ്ചിതത്വം തുടരുകയാണ്. അവസാനം വക്കീലിൽ നിന്നും കേസ് പിൻവലിച്ചിട്ട് സ്വയം അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇതിനിടയിൽ ബാങ്ക് സന്ദർശിക്കാൻ വരുന്ന ഒരു ഇറ്റാലിയൻ
യാത്രികൻ, ടൂറിസ്റ്റ് ജോസഫ് കെയുടെ സഹായം തേടുന്നു നഗരം ചുറ്റി നടന്ന് കാണുവാൻ വേണ്ടി. അതിനായിട്ട് ഇറ്റാലിയൻ ഭാഷ പഠിക്കുന്നു കെ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ 31ാം ജന്മദിനത്തിൻ്റെന്ന് 2 പേർ വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു. വിജനമായ ഒരു സ്ഥലത്ത്, ഒരു മരുഭൂമിയിൽ വെച്ച് അവർ നിർദ്ദയം അയാളെ കൊല്ലുന്നു. നോവൽ ഉപയോഗിക്കുന്ന ഭാഷ ഒരു പട്ടിയെപ്പോലെ കൊല്ലുന്നു. ഇതാണ് വിചാരണയുടെ കഥ. അസംബന്ധജടിലമായിട്ടുള്ള സംഭവ പരമ്പരകൾ, യുക്തിരഹിതമായിട്ടുള്ള അവിശ്വസനീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, ഒരു നിശ്ചയവുമില്ലാത്ത, ഒരു വ്യവസ്ഥയുമില്ലാത്ത സാഹചര്യം, ശിക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കുറ്റം കണ്ടുപിടിക്കേണ്ടത് കെയുടെ ഉത്തരവാദിത്വമായിട്ട് മാറുന്നു. ഡോസ്റ്റോയെവ്സ്കിയുടെ റാസ്കൽനിക്കവ് കുറ്റം ചെയ്തതിന് ശേഷം ശിക്ഷ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് ശിക്ഷ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കാഫ്കയുടെ കെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു, കുറ്റം എന്താണെന്ന് അറിയാൻ വേണ്ടി നടക്കുന്നു. യാതൊരു യുക്തിയുമില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കേണ്ടി വരുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് കെയിലൂടെ കാണിക്കുന്നത്. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിൻ്റെ അഴിമതി, മനുഷ്യത്വരഹിതമായിട്ടുള്ള ഭരണകൂടം, പിന്നെ ആധുനിക മനുഷ്യൻ്റെ മനസ്സിലുള്ള ആദിമമായിട്ടുള്ള ചില ഭീതി. അത് ആദിഭാവമാണോ എന്താണെന്നറിയത്തില്ല, അതോ വ്യവസായവൽക്കൃത സമൂഹത്തിൽ കുത്തക മുതലാളിത്ത വ്യവസ്ഥിതിയിൽ തൊഴിലാളികൾക്കുണ്ടാകുന്ന അന്യതാബോധത്തിൻ്റെ ഭാഗമാണോ എന്നും അറിയില്ല. നിർവചിക്കാനൊക്കാത്ത ഭീതി, യാതൊരു രീതിയിലും വിശകലനം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നു. വിചാരണ എന്ന തലക്കെട്ട് ശ്രദ്ധേയമാണ്. കാരണം വിചാരണ നടക്കുന്നേ ഇല്ല. ഒരാളിനെ അറസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ, വിചാരണയില്ല. പക്ഷേ നോവലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് വിചാരണ എന്നാണ്. വിചാരണ അയാളുടെ മനസ്സിലാകും നടക്കുന്നത്. മെറ്റമോർഫോസിസ്, രൂപാന്തരപ്രാപ്തി, കാഫ്കയുടെ ഒരു പക്ഷേ ഏറ്റവും പ്രശസ്തമായ കൃതിയാണെന്ന് പറയാം. 20ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യത്തിൻ്റെ ഗതിവിഗതികളെ നിർവചിച്ച കൃതിയായിരുന്നു മെറ്റമോർഫോസിസ്. മാർക്കേസ് പറഞ്ഞിട്ടുണ്ട്, വ്യത്യസ്തമായ ഒരു രീതിയിൽ എഴുതുന്നതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ചത് കാഫ്കയുടെ മെറ്റമോർഫോസിസ് ആണ് എന്ന്. കാഫ്കയിൽ സഹജമായിട്ടുള്ള ഏകാകിത, ഉത്കണ്ഠ, പേരറിയാത്ത പല നൊമ്പരങ്ങൾ, അന്യതാബോധം, ഇതൊക്കെ രൂപാന്തരപ്രാപ്തിയിലും വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഗ്രിഗർ സാംസ എന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒരു ദിവസം രാവിലെ ഉണർന്നു നോക്കുമ്പോൾ താൻ ഒരു വലിയ കീടമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ രൂപം മാറിയിരിക്കുന്നു, മനുഷ്യനല്ല, ഒരു കീടമായി മാറിയിരിക്കുന്നു. മനുഷ്യചേതന ഉള്ളിലുണ്ട്, പക്ഷേ രൂപം കീടത്തിൻ്റെതാണ്. അവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എഴുന്നേക്കാൻ കഴിയുന്നില്ല. ആദ്യത്തെ ചിന്ത ഓഫീസിൽ പോകുന്നതിനെക്കുറിച്ചാണ്. ഓഫീസിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, ഇതെന്ത് രൂപമാണ് എന്ന് അത്ഭുതപ്പെടുന്നു. അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന ഓഫീസിലെ ക്ലർക്ക് അവിടെ വന്ന് അന്വേഷിക്കുന്നു, എന്താണ് വിവരം, വരാതിരിക്കുന്നത് എന്താണ് എന്നറിയാൻ വേണ്ടി. മുറിക്കുള്ളിൽ നിന്നും ഗ്രിഗർ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ അത് വ്യർത്ഥമായിട്ടുള്ള ശബ്ദങ്ങളായിട്ട് മാറുന്നു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. കഥക് തുറന്നപ്പോഴാണ് ഗ്രിഗർ സാംസയുടെ രൂപം കണ്ട് ഓഫീസിൽ നിന്ന് വന്ന ക്ലർക്ക് ഓടി രക്ഷപ്പെട്ടു. വീട്ടുകാർ അത്ഭുതപ്പെട്ടു. ഈ മാറ്റം അവരെ ഞെട്ടിച്ചു. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല. തിരിച്ച് വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ കീടത്തിന് പരിക്ക് പറ്റി. സഹോദരി ഗ്രേറ്റ അല്പം കരുണ കാണിച്ചു സഹോദരനോട്. കീടമായി മാറിയെങ്കിലും സഹോദരനാണെന്നുള്ള ഒരു പരിഗണന ഗ്രേറ്റ നൽകി. സമയത്ത് ആഹാരം കൊടുത്തു. ഗ്രിഗർ തറയിലും ഭിത്തിയിലും മച്ചിലുമൊക്കെ ഇഴഞ്ഞ് നടന്നു. കുറച്ചുകൂടെ സ്വതന്ത്രമായി ചലിക്കുന്നതിന് വേണ്ടി
ഗ്രേറ്റ ആ മുറിയിലെ ഫർണിച്ചറൊക്കെ സാധനങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. ഒരു സോഫ ഒഴികെ. കാരണം ആ സോഫയുടെ അടിയിൽ കീടത്തിന് ഒളിക്കേണ്ടതാണ്. ആരെങ്കിലും നോക്കുകയാണെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടി ഒളിക്കാനുള്ള ഇടമാണ് സോഫയുടെ അടിവശം. കുറെ കഴിയുമ്പോൾ വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് ആദ്യമായിട്ട് അമ്മ കാണുന്നത്. അമ്മ ബോധം നഷ്ടപ്പെട്ട് വീഴുന്നു, ഭയന്ന്. ക്രമേണ തന്നിലെ മനുഷ്യത്വം നഷ്ടപ്പെടുന്നോ എന്ന് തോന്നൽ ഗ്രിഗർ സാംസയ്ക്കുണ്ടാകുന്നു. അതുകൊണ്ട് ഭിത്തിയിലിരിക്കുന്ന ഒരു ചിത്രം, ഒരു പെൺകുട്ടിയുടെ ചിത്രം, കമ്പിളി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ചിത്രം മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടി അയാൾ അതിൽ പിടിച്ചു. ഗ്രിഗറിന് പരിക്കേൽക്കുന്നു. അച്ഛൻ ഒരു ആപ്പിൾ എടുത്ത് എറിഞ്ഞപ്പോൾ സഹോദരിയുടെ കയ്യിൽ നിന്ന് ഒരു കുപ്പി പൊട്ടി വീണപ്പോൾ അതിൻ്റെ ചില്ലുകൾ ദേഹത്ത് തറച്ച് അയാൾക്ക് മുറിവ് സംഭവിക്കുന്നു. മുറിക്കുള്ളിൽ പൂട്ടിയിടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീടിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നു. വാടകക്കാർ വന്നിരുന്നപ്പോൾ ഒരു സന്ധ്യയ്ക്ക് അവരെ സന്തോഷിപ്പിക്കാനായി സഹോദരി വയലിൻ വായിക്കുന്നു. വയലിൻ കേട്ടുകൊണ്ട് ഗ്രിഗർ സാംസ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ വാടകക്കാർ പറഞ്ഞു, വീട് വൃത്തിയായിട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കീടങ്ങളുണ്ടെങ്കിൽ ഞങ്ങളിത് വാടകയ്ക്ക് എടുക്കില്ല, ഞങ്ങൾ പോകും എന്ന് പറഞ്ഞു. അതിനുശേഷം സഹോദരി പോലും ഗ്രിഗറിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. അയാൾ പൂർണ്ണമായിട്ടും മുറിക്കുള്ളിൽ ബന്ധനസ്ഥനാക്കി. വലിയ ഏകാഗ്രതയും വലിയ അപകർഷതാബോധവും, ഇഷ്ടത്തിനുള്ള ഭക്ഷണം കിട്ടാത്തത്, ചീഞ്ഞളിഞ്ഞ ഭക്ഷണമാണ് കീടത്തിനിഷ്ടം. ഇഷ്ടത്തിനുള്ള ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് എല്ലാവരുടെയും അപമാനം ഏറ്റുകൊണ്ട് ഏകാന്ത തടവിൽ കഴിഞ്ഞ കീടം ഗ്രിഗർ സാംസ മരിക്കുന്നു. കീടത്തിനെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് വീട്ടുകാരൊക്കെ സന്തോഷം ആഘോഷിക്കുന്നു. ഇതിനിടയിൽ അച്ഛനും അമ്മയ്ക്കും ഗ്രേറ്റയ്ക്കും മറ്റു ചില ജോലികളൊക്കെ കിട്ടുന്നു. അതിനു മുൻപ് അവരെല്ലാം ആശ്രയിച്ചിരുന്നത് ഗ്രിഗർ സാംസയുടെ ജോലിയിലായിരുന്നു. കുടുംബത്തെ പോറ്റുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്വം അയാൾക്കുണ്ടായിരുന്നു. ആ ഉത്തരവാദിത്വം അയാളുടെ ചുമലിൽ നിന്നും പോയിരിക്കുകയാണ്. അയാൾ മരിച്ച സന്തോഷം ആഘോഷിക്കാനായിട്ട് കുടുംബം ഒരു ഉല്ലാസയാത്ര നടത്തുന്നു. അവർ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു. ഗ്രേറ്റയുടെ വിവാഹത്തെക്കുറിച്ച് ഒക്കെ ആലോചിക്കുന്നു. മെറ്റമോർഫോസിസിൻ്റെ കഥ ഇതാണ്. മെറ്റമോർഫോസിസിലൂടെ കാഫ്ക പറയാതെ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. രൂപകങ്ങളിലൂടെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രതീകങ്ങളിലൂടെ ചില ഭീകരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. മനുഷ്യൻ്റെ അന്യതാബോധം, അവൻ്റെ ഏകാകിത, അവൻ്റെ വ്യർത്ഥതാബോധം, അവൻ്റെ അസ്തിത്വ സന്ത്രാസം, അസ്തിത്വ ദുഃഖം ഒക്കെ, അവൻ്റെ നൈരാശ്യം, അവനെ വിട്ടുമാറാത്ത നൈരാശ്യം, അവൻ്റെ മൃത്യുവാഞ്ച, ഇതൊക്കെ കാഫ്കയുടെയും ദുഃഖങ്ങളായിരുന്നു. ഇതിനെയൊക്കെ ഉചിതമായിട്ടുള്ള ബിംബങ്ങളിലൂടെ, സർറിയലിസ്റ്റിക് ആയിട്ടുള്ള ബിംബങ്ങളിലൂടെ യാഥാർത്ഥ്യത്തിനും ഭ്രമകൽപ്പനയ്ക്കും ഇടയിലുള്ള രണ്ടും കൂടെ സമ്മേളിക്കുന്ന ആവിഷ്കാര സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് കാഫ്ക അവതരിപ്പിക്കുകയാണ്. മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ച കാണിച്ചുകൊണ്ട് ദാർശനിക വ്യഥ, ജീവിതത്തോടുള്ള അനാസക്തി, ജീവിതത്തോടുള്ള വെറുപ്പ്, ആത്മനിന്ദ, ഇതൊക്കെ കാണിക്കുന്നു. സ്വന്തം ജോലിയോട് ഒരാൾക്കുണ്ടാകുന്ന അമിതമായിട്ടുള്ള പ്രതിബദ്ധത, അതിൻ്റെ പേരിലുള്ള ഉത്കണ്ഠ, ഉത്തരവാദിത്തങ്ങൾ നൽകുന്ന ഭീതി, ഇതൊക്കെ ഈ കഥയെ വളരെ സങ്കീർണവും ദുർഗ്രഹവും ഒപ്പം ആലോചനാമൃതവും ആക്കുന്നുണ്ട്. കാഫ്കയുടെ മറ്റൊരു നോവലാണ് ദ കാസൽ, ദുർഗം. അതും അസംബന്ധമെന്ന് വിശേഷിപ്പിക്കാവുന്ന സാഹചര്യത്തെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുന്ന നോവലാണ്. ഈ ലോകമൊരു കെണിയാണ് എന്ന് കാഫ്കയുടെ കഥാപാത്രങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നു. ഇവിടെ ഒരു ലാൻഡ് സർവേയർ കെ എന്നേ പേരുള്ളൂ.
വിചാരണയിൽ ജോസഫ് കെ എന്ന് പറയുന്നെങ്കിൽ ഇവിടെ വെറും കെ ആണ്. എങ്ങു നിന്നോ വന്ന ഒരു മനുഷ്യൻ. അയാൾ യാത്രാക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു സത്രത്തിൽ താമസിക്കുന്നു. സത്രത്തിൽ കിടക്കുന്ന ഉടനെ ഒരാൾ വന്ന് അയാളോട് പറയുന്നു, ഇവിടെ കിടക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല, ഇവിടെ താമസിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തന്നിട്ടില്ല. അയാൾ പറയുന്നു, ഞാൻ ഇവിടുത്തെ ഭരണകൂടം പറഞ്ഞതനുസരിച്ച് വന്ന ഒരു ലാൻഡ് സർവേയറാണ്, അറിയിപ്പ് കിട്ടിയിട്ട് ഇവിടെ വന്നതാണ്, ഔദ്യോഗികമായിട്ടുള്ള സന്ദർശനമാണ്. പക്ഷേ അത് അംഗീകരിക്കുവാൻ തയ്യാറാവുന്നില്ല. ക്ലാം എന്നൊരാളിനെ ആണ് ലാൻഡ് സർവേയർക്ക് കാണേണ്ടത്. അയാളെ കാണാൻ കഴിയുന്നില്ല. അയാളെ അന്വേഷിച്ചിട്ട് അയാൾ എവിടെയാണെന്ന് അറിയില്ല. തനിക്ക് ഈ അറിയിപ്പ് തന്ന സ്ഥലം ഏതാണെന്നറിയില്ല. ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രമാണത്രേ. അധികാരത്തിൻ്റെ ദുർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന എവിടെ നിന്നോ വന്ന കൽപ്പനയനുസരിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോഴങ്ങനെ ഒരു കൽപ്പന ആരും പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേ അതിലെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് ഓർത്ത് അയാൾ ഞെട്ടുന്നു. ഒരു മേയറുണ്ട്. മേയറുടെ അടുത്തായിരുന്നു ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആ മേയർ പറഞ്ഞു, ഇത് കമ്മ്യൂണിക്കേഷനിൽ പറ്റിയ, ആശയവിനിമയത്തിൽ പറ്റിയ ഒരു തെറ്റാണ്, പകരം നിങ്ങളെ ഒരു കെയർ ടേക്കറാക്കാം, ഒരു അധ്യാപികയുടെ കെയർ ടേക്കറായിട്ട്. തനിക്ക് വന്ന ഈ വിധിയെ എങ്ങനെ ന്യായീകരിക്കണമെന്ന് കേക്കറിയില്ല. അയാൾ അധികാര കേന്ദ്രമായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷെ അതിലൊക്കെ പരാജയപ്പെടുന്നു. നിരാശനാകുന്നു അയാൾ. കഥ പൂർണ്ണതയിലെത്തുന്നില്ല. ഒരു പക്ഷേ കെ മരിക്കും എന്നായിരിക്കാം കാഫ്ക ഉദ്ദേശിച്ചിരുന്നത്. രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഒരറിയിപ്പ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് അവസാനം ഇവിടെ താമസിക്കാനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്ന് ഭരണകേന്ദ്രത്തിൽ നിന്നും ഉള്ള അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടുമായിരിക്കാം, നമുക്കറിയില്ല. ഇതും ഒരുപക്ഷെ വരാനിരിക്കുന്ന കാഫ്കയുടെ സ്വപ്നത്തിലുള്ള ഭീകര സ്വപ്നങ്ങളിൽ, പേക്കിനാവുകളിലുള്ള സമഗ്രാധിപത്യത്തിൻ്റെ ചില സൂചനകളാണോ എന്നറിയില്ല. അതിൻ്റെ ചുവരെഴുത്തുകൾ ആണോ ഇവിടെ ആലങ്കാരികമായിട്ട് പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുന്നത് എന്ന് തോന്നിപ്പോവും. സ്വത്വം നേതൃസിദ്ധിയുള്ള ആധുനിക മനുഷ്യൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ ആധുനിക കുത്തക മുതലാളിത്ത വ്യവസ്ഥയിൽ മനുഷ്യർക്ക് അവരുടെ വ്യക്തിത്വവും അവരുടെ സ്വത്വവും നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉത്തമ നിദർശനമായിട്ട് കാഫ്കയുടെ പല കഥകളും വായിച്ചെടുക്കാം. അന്യാപദേശം കഥകളായിട്ട് വായിച്ചെടുക്കാം.